എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുൽക്കയാണ്. അതിനു വേണ്ടി ഇതിൽ മിൽക്ക് മേഡിൻ്റെ ഇതിൽ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിരിക്കുന്നു. ഇച്ചിരി നേരിയ ചൂടുവെള്ളം അതിലൊഴിച്ചു കൊടുക്കുകയാണ്. അത് കുറച്ച് ചൂടാറുമ്പോൾ നമുക്കത് കുഴച്ചെടുക്കാം. ഉപ്പ് ചേർത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇനി ഇതിൽ പതുക്കെ കൈ വെച്ച് നേരെ ആറുന്നതിന് മുമ്പ് നേരിയ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് പതുക്കെ കുഴച്ചെടുക്കണം. നല്ല ചൂടുണ്ട്, എന്നാലും സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നേരിയ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുത്താലേ പറ്റും. വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് ഇച്ചിരി ഇട്ട് കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. കുഴച്ച മാവ് ഈ പരുവത്തിലായതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിലോ നെയ്യോ ഏതെങ്കിലും ഒരു എണ്ണ ഒഴിച്ചതിന് ശേഷം കൈ വെച്ച് ഒന്നും കൂടി നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലത്തെ മാവായിട്ട് വരും. കൈ വെച്ച് നല്ലപോലെ അമർത്തി കൊടുക്കണം. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒരു പാത്രം വെച്ച് അടച്ച് വെക്കേണ്ടതാണ്. മാവ് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് ഒന്നും കൂടി നല്ലവണ്ണം കുഴച്ചതിന് ശേഷം ഉരുളകളായിട്ട് എടുക്കണം. ഇത്രയുള്ള ഉരുളകളായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതെല്ലാം ഉരുളകളായിട്ട് എടുത്ത് വെക്കണം. ഒട്ടി കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിമാവിട്ട് ഒന്ന് തേച്ചതിന് ശേഷം ഉരുളകളായിട്ട് എടുക്കും. ഞാൻ ഉരുളകളാക്കി എടുത്തു കഴിഞ്ഞു. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ അളവ് നോക്കിയാൽ ഇത് ഒരു ഉരുള 30 ഗ്രാമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡയറ്റ് നോക്കുന്നവർക്ക് ഇത് സുഖമായിട്ട് 2 ചപ്പാത്തി കഴിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം പരത്തി ചുട്ടെടുക്കാം. നമുക്ക് പരത്തണ ഇത് പലക എടുത്ത് വെച്ച് ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാം. പതുക്കെ വേണം, സാവധാനത്തിൽ വേണം പരത്തിയെടുക്കാൻ. കല്ല് നല്ല ചൂടായാലേ ചപ്പാത്തി നല്ല പൊങ്ങി വരുള്ളൂ. നല്ല സൈഡിലെല്ലാം പതുക്കെ പരത്തിയെടുക്കണം, കനം കുറച്ച്. ഇതുപോലെ എല്ലാം ആദ്യം പരത്തിയെടുത്ത് വെക്കാം. നല്ല ചൂടായിട്ടുണ്ട്. ഒരു ചപ്പാത്തി എടുത്ത് പാനിൽ ഇട്ട് കൊടുക്കാം. അത് ഇച്ചിരി ഇതുപോലെ ബബിൾസൊക്കെ വരുമ്പോൾ തിരിച്ചിട്ടു. തിരിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ വന്നിരിക്കണേന്ന്. വന്നതിന് ശേഷം ഒന്ന് പതുക്കെ ഇങ്ങനെ തടവി കൊടുക്കണം. അപ്പോഴേക്കും തീ കുറക്കണം. തീ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം. ഒരെണ്ണവും കൂടി ചുട്ടും നോക്കാം. ചപ്പാത്തി കല്ലിലിട്ട ശേഷം
തീ കൂട്ടി വെച്ച് അടിയിലൊക്കെ ഒരുമാതിരി ചുമന്നൊക്കെ വരുന്ന സമയം ആണ് നമ്മൾ തിരിച്ചിടേണ്ടത്. ഇങ്ങനെ പൊക്കി പൊക്കി നോക്കിയാൽ അറിയാൻ പറ്റും. സൈഡൊക്കെ ഒന്ന് തടവി കൊടുക്കണം. ഇനി ഇതിൽ ഇട്ട ഭാഗം കൊമ്മള വന്ന ഭാഗത്ത് നെയ്യ് തേച്ച് കൊടുക്കാം. ഇത് കൊച്ചുങ്ങൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും ഓഫീസിലൊക്കെ പോണ സമയത്ത് കൊണ്ടുപോകാനും എല്ലാം ഇരിക്കും. 8 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും. ഞാൻ മാവ് കുറച്ച് നേരം അധികം നേരം വെച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നല്ലപോലെ ആയേനെ. ഇത് അപ്പം തന്നെ എടുത്തത് കൊണ്ടാണ് അധികം കൊമ്മള വരാത്തത്. ഇതെല്ലാവരും ചെയ്തു നോക്കി ചപ്പാത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു നല്ല ചപ്പാത്തിയുടെ ഇതിനേക്കാളും നല്ല ചപ്പാത്തിയുടെ റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ. ഇത് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. നല്ല ഇറച്ചിക്കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയും മുട്ട ചിക്കൻ്റെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ്.